കബീർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കബീർ മാട്ടൂൽ. മാഷാ അല്ലാഹ്, അങ്ങനെ നമ്മുടെ മാട്ടൂൽ സിദ്ദീഖാബാദ് മഅ്ദൻ ഉലൂം മദ്രസയുടെ പുതിയ കെട്ടിടത്തിൻ്റെ വാർപ്പ് പണി പുരോഗമിക്കുകയാണ്. നമ്മൾ പഠിച്ച മദ്രസയും കൂടിയാണിത്. നമ്മുടെ വാർപ്പിൻ്റെ പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഇവിടെ പണി നല്ല രീതിയിൽ നടക്കുകയാണ്. ഇതിനു വേണ്ടി നേതൃത്വം നൽകുന്നവർക്കും അതോടൊപ്പം ഇതിലേക്ക് സാമ്പത്തികമായി സഹായിക്കുന്നവർക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ പോലും സഹായിക്കുന്നവർക്ക് അള്ളാഹു തആല അർഹമായ പ്രതിഫലവും ബർക്കത്തും അള്ളാഹു തആല നൽകട്ടെ. ആമീൻ. നമ്മുടെ വാർപ്പിൻ്റെ കാര്യങ്ങൾ, അതായത് ജില്ല് കുഴച്ചുള്ള സംഭവം വരുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇവിടെ സ്ഥലക്കുറവായതുകൊണ്ട് പൈപ്പ് വഴിയാണ് ജില്ല് കുഴച്ചത് വരുന്നത്. നമ്മുടെ മദ്രസയുടെ ഹാളാണിത്. ഓരോ ക്ലാസ്സായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മദ്രസയിലെ പുതിയ പഴയ കെട്ടിടമാണ് കേട്ടോ ഇത്. നമ്മൾ പഠിച്ച കാലത്തുള്ള കെട്ടിടമാണ്. ഇതായി നോക്കിയാൽ ദ്രവിച്ചിട്ട്. ഇതാണ് വരും തലമുറക്കുള്ള മദ്രസ. ഇതിൻ്റെ വാർപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ മദ്രസയുടെ കെട്ടിടമാണ്. ഇതാണ് നമ്മുടെ മദ്രസയുടെ പണി അല്ലാഹു തആല എളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ. നമ്മുടെ പഴയ മദ്രസന്റെ കെട്ടിടമാണ് കേട്ടാ. ഇതാണ് നമ്മൾ പഠിച്ച മദ്രസന്റെ അവസ്ഥ. ഇനി ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഇതൊരു ഓർമ്മയായിട്ട് മാറും. ഇതെന്ന് സംബന്ധം അറിയാം. നമ്മൾ മുമ്പ് സ്കൗട്ട് പഠിപ്പിച്ച കെട്ടിടം നിന്ന സ്ഥലമാണ്. എന്താന്നല്ലേ, ഇപ്പോൾ ഒന്നുമില്ല. നമ്മളെ സ്കൗട്ട് പഠിപ്പിക്കലും ഇല്ല, ഇവിടുത്തെ കെട്ടിടവും ഇല്ല. ഇവിടെ മുമ്പ് ഹൗള ഉണ്ടായത്. ഹൗളും അതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ സ്കൗട്ട് കോച്ചൊക്കെ ഉണ്ടായത്. ഇപ്പം അതൊന്നും ഇല്ല. അത് ഓരോ ഓർമ്മ മാത്രമായി മാറി. ഇനിയിപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മദ്രസയും ഈ കെട്ടിടം, നമ്മൾ പഠിച്ച ഈ മദ്രസ ഇതിപ്പോൾ ഓർമ്മയിൽ മാത്രം അവശേഷിക്കും. ഇതൊരു ചരിത്രമായി മാത്രമേ ഉള്ളൂ. ഇനി വരും തലമുറക്ക് ഇൻഷാ അല്ലാഹ് പുതിയ കെട്ടിടത്തിൽ, പുതിയ ഇൽമു പഠനവുമായി പുതിയ കെട്ടിടത്തിൽ. നമ്മുടെ ജില്ല് കുഴച്ചത് ഇതാ ഈ പൈപ്പ് വഴിയാണ് വരുന്നത്. നമ്മുടെ വാർപ്പിൻ്റെ സംഭവം, അതായത് ജില്ല് കുഴച്ചത് ഇതാ ഈ പൈപ്പ് വഴിയാണ് വരുന്നത് കേട്ടോ. ഇത് എവിടുന്ന് വരുന്നതെന്ന് അറിയണ്ടേ. ഇവിടെ കുഴക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇത് എവിടുന്ന് വരുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ജില്ല് കുഴച്ചത് വരുന്ന പൈപ്പ്. ഇതാണ് ഐറ്റംസ്. ഇതിൽ നിന്നാണ് ജില്ല് കുഴക്കുന്നത് കേട്ടോ. പിന്നെ അപ്പുറത്തുള്ള കാര്യങ്ങൾ, വാർപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ നിയന്ത്രിക്കാൻ ഇവിടെ ആളുണ്ട്.
സാധനം എത്ര വേണമെന്നുള്ളത് അപ്പുറം വാർപ്പിൻ്റെ മേലിൽ ആൾക്കാർ ഇവിടെ ഓർഡർ ചെയ്യും, ഫോൺ വഴി ഓർഡർ ചെയ്യും. അത് ഇവിടെ സെറ്റാണ് കേട്ടോ. നമ്മൾ വാർപ്പിൻ്റെ കാര്യങ്ങൾ വാർപ്പിൻ്റെ മേളിൽ നിന്ന് ഫോൺ വഴി ഓർഡർ കൊടുക്കും. ഇതാ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ, അവരാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നിയന്ത്രിക്കുന്നത്. ഫോൺ വഴി ഓർഡർ കൊടുക്കുക, ഇവർ അതിനനുസരിച്ച് സാധനം സെറ്റ് ചെയ്ത് കൊടുക്കും. ഒച്ചപ്പാട് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ലല്ലേ? സാരമില്ല. വണ്ടി ബ്ലോക്കാണ്ട് നിൽക്കാൻ കമ്മിറ്റിക്കാർ കണക്കാർ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതിന് സഹായിക്കുന്നവർക്ക് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമ്പത്തിക സഹായം നൽകുക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഞാൻ കബി മാട്ടൂർ, കബി ബ്ലോഗ്സ്.